വിസറൽ ഓർഗനിലേക്ക് രക്തം പോയില്ലെങ്കിൽ നമ്മുടെ സെക്ഷുവാലിറ്റി വരില്ല, ഡെവലപ്പ് ചെയ്യില്ല. അഡ്രിനാലിൻ വരുമ്പോൾ ഈ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് സ്റ്റിറോയിഡ് കൂടുമ്പോൾ. ഇതിൻ്റെ ഓപ്പോസിറ്റ്, നമ്മൾ പാമ്പിൻ്റെ വിഷത്തിന് ആൻറ്റിഡോട്ട് ഉള്ള പോലെ സിമ്പത്തറ്റിക് അഡ്രിനാലിൻ, അതിൻ്റെ ഓപ്പോസിറ്റ് പാരാസിമ്പത്തറ്റിക് അല്ലെങ്കിൽ വേഗൽ നെർവ് ആക്ടിവേഷൻ. പാരാസിമ്പത്തറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ റിലാക്സ് ചെയ്യുന്നത്. അതാണ് ഈ ആൽഫ വേവ് മാറി ബീറ്റ വേവ് ഒക്കെ ആണ്. ആ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ട് ബ്രെയിനിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സും കണ്ടുപിടിച്ച സാധനം എന്താണെന്നറിയോ? പറയാൻ പറ്റും? മെഡിറ്റേഷനോ? ഒരെണ്ണം മെഡിറ്റേഷനാണ്, വേറൊരെണ്ണം അബ്ഡോമിനൽ ബ്രീതിങ്. അതായത് നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കിയാൽ അവരിങ്ങനെ കിടക്കണ സമയത്ത് അവർ ബ്രീത് ചെയ്യുമ്പോൾ അവർ വയറിങ്ങനെ പൊങ്ങിത്താഴും. നമ്മൾ അഡൾട്ട് അവർക്ക് ടെൻഷനൊന്നുമില്ല. അഡൾട്ട് ആകുമ്പോൾ നമ്മുടെ ചെസ്റ്റ് പൊങ്ങിത്താഴും, വയറ് പൊങ്ങിത്താഴില്ല. അപ്പോൾ ബ്രീതിന് എടുക്കുമ്പോൾ നമ്മുടെ വയറ് പൊങ്ങണം, എന്നിട്ട് ബ്രീത് ഔട്ട് ചെയ്യുമ്പോൾ വേണം.